പ്രമുഖരായ ആളുകൾ കോഴിക്കോട് സിതാരയിലേക്കെത്തി MDയെ അവസാനമായി ഒന്ന് കണ്ടു മടങ്ങുകയാണ്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് പോയി, മറ്റു പ്രധാന വ്യക്തികളൊക്കെ വന്നു പോവുകയാണ്. കോഴിക്കോടേക്ക് ഇന്നത്തെ ദിവസം ഒന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. MDയെ ഒരു വാക്ക്, ഒരു നോക്ക് അവസാനമായി കാണാൻ. അങ്ങനെ വരുന്നവർക്കെല്ലാം വന്ന് പോകാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 4 മണിയോടുകൂടി മൃതദേഹം അവിടെ നിന്നും ശ്മശാനത്തിലേക്ക് മാറ്റും. 5 മണിക്ക് സംസ്കാര ചടങ്ങുകൾ. ഇതാണ് ഇപ്പോഴുള്ള ക്രമീകരണം. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ സമീപകാല നിലവിലുള്ള സമൂഹ വ്യവസ്ഥിതി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതിനോടൊക്കെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തതയുമുള്ളയാളായിരുന്നു MD. പക്ഷേ അത് സാധാരണ ആളുകളെ പോലെ, മറ്റുള്ളവരെ പോലെ അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വിവാദത്തിലേക്കോ നീക്കത്തിലേക്കോ MD കടന്നിരുന്നില്ല എന്നതാണ്. പക്ഷേ അവസാന നാളുകളിൽ MD പരാമർശിച്ച ചില വാക്കുകൾ വലിയ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം എപ്പോഴും നിശബ്ദനായിരിക്കുന്ന, കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമല്ലോ എന്ന സ്വാഭാവിക കാര്യമാണ് അവിടെ സംഭവിച്ചത്. മാറുന്ന ഇന്ത്യയും ലോക സാഹചര്യങ്ങളും ഇന്ത്യൻ സാഹചര്യങ്ങളിലും വലിയ ആശങ്കപ്പെട്ടാണ് അദ്ദേഹം അന്ന് ആ പൊതുവേദിയിൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആരൊക്കെ എതിരെയാണ് എന്നതൊക്കെ വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരുന്നു. പക്ഷേ ആരുടെ പേരും കൃത്യമായി പറയാതെ, എന്നാൽ മാറുന്ന സാഹചര്യങ്ങളിൽ, മാറുന്ന രീതികളിലുള്ള വ്യഥ പങ്കുവെച്ചുകൊണ്ടാണ് MD എന്ന സാഹിത്യകാരൻ, എന്ന കഥാകൃത്ത് അദ്ദേഹം പൊതുവേദിയിൽ സംസാരിച്ചു. MDയെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതായി മാറുന്നു എന്നതാണ്. സുരാജ് വെഞ്ഞാറമൂട്, സിനിമാ മേഖലയിലെ പ്രധാന വ്യക്തികളൊക്കെ വരികയാണ്. സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കോഴിക്കോട് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. MDയുടെ എഴുത്തിൻ്റെ ആദ്യ നാളുകളിലുള്ള ഒരു സൃഷ്ടിയായിരുന്നു നാലുകെട്ട്. നാലുകെട്ടിൽ ആദ്യ നോവല് എന്നതിനപ്പുറം തൻ്റെ ഒരു ആത്മകഥാംശം അതിൻ്റെ അകത്തുണ്ട് എന്നത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. MD അത് സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിൽ പോലും എന്തായാലും അത്തരം സ്വഭാവമുള്ള അപ്പുണ്ണി എന്ന കഥാപാത്രം വെല്ലുവിളി നേരിടുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ നോവൽ അവസാനിക്കുന്നിടത്ത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ ഫ്യൂഡൽ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വയം സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന വ്യക്തിയായി ആ കഥാപാത്രം, അപ്പുണ്ണി എന്ന കഥാപാത്രം മാറുമ്പോൾ അത് MD തന്നെ ആയിരുന്നു എന്ന സംശയം വായനക്കാരിൽ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ആ തോന്നലാണ് MDയുടെ വിജയം. അതാണ് പലപ്പോഴും പ്രകടമായത്. നിളയുടെ കഥാകാരൻ എന്ന പേര് MDക്ക് ചാർത്തി നൽകിയത് മറ്റാരുമല്ല, അത് അദ്ദേഹത്തിൻ്റെ വായനക്കാർ തന്നെയാണ്. കാരണം കഥകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിള കടന്നു വരും, ഭാരതപ്പുഴ കടന്നു വരും. ഭാരതപ്പുഴയുടെ തീരങ്ങളും അതിൻ്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം കൂടുതലായും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പശ്ചാത്തലത്തിൽ നിന്ന് ലോക സാഹചര്യങ്ങളെ കാണാനും മലയാളികളുടെ പൊതുവിൽ കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും MDക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് MD എന്ന മഹാന്റെ വിജയം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് വീട്ടിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വന്നു പോകുന്നു. ഒപ്പം അവിടെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും അവിടേക്ക് വരുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ എത്തിച്ചേരുന്ന ഇന്ന് അറിയിപ്പ് ലഭിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാൾ. അദ്ദേഹം വന്ന് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മുൻകൂട്ടി അറിയിച്ച മറ്റ് ആരും തന്നെ ഇല്ല. പക്ഷേ പലരും എത്തുന്നുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാൻ മുൻകൂട്ടി കഴിയാത്ത തരത്തിൽ ഉള്ള വ്യക്തിബന്ധങ്ങളാണ് MDക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണി വരെ സമയമുള്ളതിനാൽ സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേർ ഇവിടേക്ക് എത്തും എന്ന് തന്നെ വേണം കണക്കാക്കാൻ. അത് നമുക്ക്
അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ആഴത്തിൽ ബന്ധമുള്ള അനേകം പേരുണ്ട്.